അപ്പോൾ മലപ്പുറത്തേക്കാണ് ആദ്യ യാത്ര. മലപ്പുറത്തൊരു വെനീസ് ഉണ്ട്. സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഇടമായി മാറിയിരിക്കുകയാണ് പൊന്നാനിയിലെ കർമ്മ റോഡ്. ഭാരതപ്പുഴ അറബിക്കടലിൽ അലിയുന്ന മനോഹരമായ കാഴ്ചയുണ്ട് അവിടെ. അതോടൊപ്പം സൂര്യാസ്തമയം ആസ്വദിക്കാം. വൈകുന്നേരങ്ങളിൽ പൊന്നാനിയിലെ മധുരമൂറുന്ന പലഹാരങ്ങളും നിറച്ചാസ്വദിക്കാം. ഇതൊക്കെയാണ് പൊന്നാനിയിലെ കർമ്മ റോഡിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഘടകങ്ങൾ. അപ്പോൾ ഭാരതപ്പുഴയിലൂടെ കാറ്റുകൊണ്ടുള്ള ആ ബോട്ട് സവാരിയുടെ വിശേഷങ്ങൾ, ഒപ്പം അവിടുത്തെ ആളുകളെയും പരിചയപ്പെടാം. കർമ്മ റോഡിൽ നിന്നും സമീർ ബിൻ കരീം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് റൈഡിംഗ് റിപ്പോർട്ടറിൽ ഇന്ന് ആദ്യം. ഭാരതപ്പുഴ അറബിക്കടലിൽ ലയിക്കുന്ന കാഴ്ച, കഠിനമായ വെയിലിനെ പോലും തണുപ്പിക്കുന്ന നല്ല ഇളം കാറ്റ് ലഭിക്കുന്ന ഇടം, പോരാത്തതിന് നിളയുടെ ഓളപ്പരപ്പിലൂടെ ഒരു സവാരിയും. എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? കാണാം, പരിചയപ്പെടാം പൊന്നാനി കർമ്മ റോഡിനെ. റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് പൊന്നാനി കർമ്മ റോഡിലേക്കാണ്. ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായി പോകുന്ന ഈ 5.5 കിലോമീറ്ററോളമുള്ള ദൂരപാത കിടിലൻ അനുഭവം സമ്മാനിക്കുന്നു. സദാസമയവും ഭാരതപ്പുഴയിലെ കാറ്റ് തഴുകി തലോടുന്ന തീരത്ത് വന്നാൽ ചൂടറിയില്ല. ഓളപ്പരപ്പിലൂടെയുള്ള ബോട്ട് സവാരിയാണ് മുഖ്യ ആകർഷണം. ബോട്ടുകളാണ് ഈ കർമ്മയിൽ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. 100 രൂപ മുതലാണ് ടിക്കറ്റ് നിരക്ക്. ഈ ബോട്ട് സഞ്ചാരം നൽകുന്ന ഒരു ഫീല് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. അവ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവുന്നതല്ല. ഇവിടെ ഒരു 10-20ഓളം ബോട്ടുകൾ സർവീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല മോഡലുകളുള്ള ഡബിൾ ഡക്ക് ഉണ്ട്. പെർ ഹെഡ് 100ഉം 150നും പോകുന്ന ബോട്ട് സർവീസ് ഉണ്ട്. പിന്നെ ചെറു ബോട്ടുകളുണ്ട്, അത് ഷിക്കാര മോഡലുള്ള ബോട്ടുകൾ. അത് ഒരു ഫാമിലി, ഒരു 7 പേര്, 2 പേര് വന്നാലും 7 പേര് വന്നാലും ഒരേ ചാർജ് മേടിക്കുന്ന ഒരു പാക്കേജായിട്ട് എടുക്കുന്ന സർവീസുകളും. ഇവിടെ ഇങ്ങനെ ഒരു ബോട്ടിംഗ് സർവീസുള്ള കാര്യം എനിക്ക് അറിയണ്ടായിരുന്നില്ല. നല്ലൊരു സർപ്രൈസ് ആയിരുന്നു. ഇങ്ങനത് കൂടുതൽ ആൾക്കാർ അറിയട്ടെ ഇങ്ങനെ. കാരണം ഞാൻ ആലപ്പിയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മലപ്പുറത്ത് പൊന്നാനി ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ഫാമിലിക്ക് ഈവനിങ് ഒരു സാറ്റർഡേ സൺഡേ അല്ലെങ്കിൽ ഒരു വൈകുന്നേരമൊക്കെ ഒന്ന് ചില്ല് ചെയ്യാൻ നല്ലൊരു ഫെസിലിറ്റി തന്നെയാണ്. പൊന്നാനി സത്യം പറഞ്ഞ ഒരു പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലമാണ്. പക്ഷെ അധികം ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ വരുന്നത് വളരെ നല്ലതാണ്. ടൂറിസത്തിനൊക്കെ വളരെ നല്ലതാണ്. ഇങ്ങനെ വീട്ടിലിരുന്ന് ബോറടിക്കുന്ന സമയത്ത് വന്നിട്ട് ഒന്ന് മൈൻഡ് റിലാക്സ് ചെയ്യാനും എല്ലാത്തിനും നല്ലൊരു സ്പോട്ടാണ്. ഞാൻ ആലപ്പുഴ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ആലപ്പുഴയിൽ പക്ഷേ ഇറ്റ്സ് അൺക്ലീൻ, വാട്ടർ ടൂറിസം വല്ലാണ്ടായിട്ട്. ആൻഡ് ഇവിടെ ഭയങ്കര ക്ലീൻ വാട്ടറാണ്, എൻവയൺമെൻറ്റ് വെരി ക്ലീൻ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ ആളുകളുടെ ഒഴുക്കാണ് കർമ്മ റോഡിലേക്ക്. ഭാരതപ്പുഴ അറബിക്കടലിൽ ചേരുന്ന അഴിമുഖത്തിൽ നിന്ന് വീശുന്ന ഉപ്പും തണുപ്പും കലർന്ന കാറ്റാണ് മറ്റൊരു മുഖ്യ ആകർഷണം. നമുക്ക് 2 മക്കളെ കിട്ടിയിട്ടുണ്ട്. അവരുടെ വിശേഷങ്ങളൊക്കെ തന്നെ ചോദിക്കാം. മക്കളെ എങ്ങനെയുണ്ട് ഇവിടെ? നല്ലതാ. ഇവിടെ വീട് എവിടെയാ? വീട് പൊന്നാനിയിൽ. നമ്മൾ ദുബായിലായിരുന്നു. നമ്മളുടെ ഉപ്പൻ്റെ വീട് പൊന്നാനിയിലാണ്. ദുബായ് ആണോ പൊന്നാനിയാണോ രസം? ദുബായും പൊന്നാനിയും രണ്ടും ഇഷ്ടമാണ്. ആണോ? ഇവിടെ എന്തൊക്കെയാ കണ്ടു? ഇവിടെ കൊക്ക് കണ്ട്, പിന്നെ കുറുക്കനും കണ്ട്. മോളെന്തൊക്കെയാ കണ്ടേ? ഞാന് കുറുക്കന്, പരുന്തിന്, ആടിന്. ഇത് പണ്ടും തന്നെ ഇവിടെ രീതിയിൽ ബോട്ടിങ് ജനങ്ങളുടെ സവാരിയൊക്കെ നടന്നിരുന്നു. പക്ഷേ ടൂറിസം എന്നുള്ള ലെവലിൽ അത് ബിൽഡപ്പ് ചെയ്യാത്തത് മറ്റു പല കാരണങ്ങൾ കൊണ്ടാണ്. തീർച്ചയായിട്ടും ടൂറിസം എന്ന രീതിയിൽ ഒരു ഡെവലപ്മെൻറ്റിന് നല്ല ഒരു ഏരിയ ആയിട്ടുള്ള സ്കോപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ ഹൈജീനിക്കായിട്ട് കുറച്ചും കൂടി ഹൈജീനിക്കായിട്ടൊരു സ്ഥലം കൂടിയാണ് ഇവിടെ നിന്ന് തോന്നുന്നത്.
ഇനി ബോട്ട് യാത്രയും ജലനിരപ്പിലെ കാഴ്ചകളും ആസ്വദിക്കാൻ ആലപ്പുഴ പോകേണ്ടതില്ല. പകരം കർമ്മ റോഡിലേക്ക് വന്നാൽ മതിയെന്നാണ് വിനോദസഞ്ചാരികൾ പറയുന്നത്. നല്ല സ്ഥലമാണ്, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. നല്ല അന്തരീക്ഷമാണ്. പിന്നെ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കാൻ നല്ല അന്തരീക്ഷമാണ്. നല്ല എല്ലാം കാണാനും കുട്ടികൾ വന്ന് നേരം പോകാനും ഒക്കെ നല്ല അന്തരീക്ഷമാണ്. പത്തനാപുരത്തുകാരിയാണ്, ഇപ്പൊ കാണാൻ വന്നത്. ഒത്തിരി ഇഷ്ടമായി. നല്ല സ്ഥലം. വൈകിട്ട് ഇവിടെ ഇതുപോലെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അല്പം ദീർഘവീക്ഷണത്തോടെ വികസന പദ്ധതികൾ നടപ്പിലാക്കിയാൽ പൊന്നാനിയും കർമ്മ റോഡും വലിയ വിനോദസഞ്ചാര കേന്ദ്രമായി മാറും. പൊന്നാനിക്കാർ ലോകത്തെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ് ഇവിടുത്തെ സായാഹ്നം ആസ്വദിക്കാൻ. സമീർ ബിൻ കരീം, 24, തിരൂർ.